അപ്പോൾ എല്ലാവരും തുടരൂ, സേഫായിട്ടിരിക്കൂ. മഴയുള്ള ദിവസമാണ്. ഈ മഴയുടെ കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റ് ഡീറ്റെയിൽസിലേക്കും ഇപ്പോൾ സംഭവിച്ച മറ്റ് വാർത്തകളിലേക്ക് പോവാം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല നെയ്ക്രമക്കേടിൽ PS പ്രശാന്തും ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്ന് വിജിലൻസ് FIR. ഉയർന്ന വിലയ്ക്ക് നെയ് വാങ്ങാൻ അനുമതി നൽകിയത് ഇരുവരും ചേർന്ന്. അന്തരിച്ച മുരാരി ബാബു മിൽമയ്ക്ക് അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് ശാസ്ത്രീയ അടിത്തറ ഇല്ലാതെ. കേസിൽ പ്രശാന്ത് ഒന്നാം പ്രതി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച എന്ന് കണ്ണൂർ DCC സെക്രട്ടറി. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിന്റെ ആംബുലൻസിൽ കൊണ്ടുപോയത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമെന്ന് KK സുരേഷ് കുമാർ. ഫ്രീസർ ആവശ്യമില്ലെന്ന് പറഞ്ഞത് ഡോക്ടർമാർ. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിൽ ADM ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ മഴ കനക്കുന്നു. അപ്പർ കുട്ടനാട് മഴക്കെടുതി രൂക്ഷം. ഒറ്റപ്പെട്ട മുട്ടാറും വെളിയനാടും. പാടശേഖരങ്ങളിൽ മടവീഴ്ചയിൽ വൻ കൃഷിനാശം. 76 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ലധികം പേർ. കൊല്ലം നീണ്ടകരയിൽ കാണാതായ യുവാവിനായി വിദഗ്ധ സംഘത്തിന്റെ തെരച്ചിൽ. വള്ളം മറിഞ്ഞ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന. ഗൗതം കൃഷ്ണയെ കാണാതായത് 8 ദിവസം മുൻപ്. സൗദി അറേബ്യയിൽ ഹൂതി ആക്രമണത്തിൽ 11 പേർക്ക് പരിക്ക്. മിസൈൽ ഷെൽ ആക്രമണത്തിൽ തെക്കൻ അതിർത്തി പ്രദേശമായ നജ്റാനിൽ പരിക്കേറ്റവരിൽ സ്വദേശികളും വിദേശികളും. ആക്രമണം ഹൂതികളും ഇറാൻ അനുകൂല ഗ്രൂപ്പുകളും ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾക്കിടെ. ശബരിമല നെയ് ക്രമക്കേട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസ് FIRലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും മുൻ ബോർഡ് അംഗം അജികുമാറും അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു എന്നാണ് FIR. ഇരുവരും ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും നെയ് വാങ്ങാൻ അനുവാദം നൽകി. ബോർഡിന് 2.27 കോടിയുടെ നഷ്ടമുണ്ടാക്കി. നെയ് ദുർവിനിയോഗം ചെയ്തതായി സംശയമെന്നും നടപടിക്രമങ്ങളെക്കുറിച്ച് മതിയായ രേഖകൾ സൂക്ഷിച്ചില്ല എന്നും FIRൽ പറയുന്നു. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുരു, വിജിലൻസ് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? ശബരിമലയിലെ നെയ് വാങ്ങിയ ക്രമക്കേടിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റായ പ്രശാന്തിനെയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം മുൻ ബോർഡ് അംഗമായ അജികുമാറിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കുറ്റപത്രം ഇപ്പോൾ വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് മിൽമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒത്തുകളി എന്നുള്ളതാണ് FIR പറയുന്നത്. ഈ 2024 മണ്ഡലകാലത്ത് ശബരിമലയിൽ നെയ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ടെൻഡർ ക്ഷണിച്ചത്. ഈ ടെൻഡറിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനി, അതായത് കുങ്കുമരാജ് ഡയറി ഫാം, ഏകദേശം 1 ലിറ്ററിന് 369 രൂപയ്ക്ക് നൽകാൻ തയ്യാറായിരുന്നു. ഇത് സംബന്ധിച്ച് ടെൻഡറുകളും പൂർത്തിയായതാണ്. എന്നാൽ ഈ ടെൻഡറുകൾ അട്ടിമറിച്ചുകൊണ്ടാണ് ടെൻഡറിൽ പങ്കെടുക്കാത്ത മിൽമയ്ക്ക് വേണ്ടി 510 രൂപയ്ക്ക് ഈ ടെൻഡർ ഉറപ്പിച്ചത്. ഇത് മുരാരി ബാബുവാണ് ഇതിന് നേതൃത്വം നൽകിയത്. മുരാരി ബാബുവാണ് ഇതിന്റെ കത്തുകൾ തയ്യാറാക്കിയത്. PS പ്രശാന്തും അജികുമാറും ചേർന്നാണ് ഈ ഇടപാടുകൾക്ക് അംഗീകാരം നൽകിയത്. എന്നാൽ ഇതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ കമ്മീഷണറുടെ അംഗീകാരം ഉണ്ടായില്ല. ആ ഒരു ഘട്ടത്തിൽ ഏകദേശം 2.27 കോടിയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നത്. അന്യായമായ ലാഭമാണ് പ്രതികൾ ഇതുവഴി ഈ ഇടപാടിലൂടെ ലക്ഷ്യം വെച്ചത് തുടങ്ങിയ വിവരങ്ങളാണ് സേതു FIRലുള്ളത്. എന്തായാലും ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് സ്വർണം അപഹരിച്ച കേസിൽ പ്രശാന്തും അജികുമാറും അടക്കം അറസ്റ്റിലാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെയ് ക്രമക്കേടിലും ഇരുവർക്കും എതിരെ വിജിലൻസ് കുറ്റപത്രം അല്ലെങ്കിൽ ഈ പറയുന്ന FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ശരി അനുരു.